മക്കൾക്കൊരു മുസീബത്ത് വരുന്നുണ്ട് എന്നുള്ള വിവരം ആത്തിക്ക ബീബി റളിയല്ലാഹു തആല റസൂലുള്ളാഹിൻ്റെ അമ്മായി ഒരു സ്വപ്നം കണ്ടിരുന്നു. 3 ദിവസം കൊണ്ട് അത് സംഭവിക്കും, അത് ഭവിക്കും, ആ സ്വപ്നം പുലരുമെന്നുള്ള ആ സന്തോഷ സ്വപ്നമായിരുന്നു ആത്തിക്ക കണ്ടത്. എന്താ ആത്തിക്ക ബീബി കണ്ട സ്വപ്നം? അത് പറയുന്നു, അതാണ് തേറി നടക്കും ഉമ്മുൽ കൂറാവില്ലാണയും മൂണ്ട് ദീനം മുന്നേ തെളിവർ നബി കമ്മത്തായ ആത്തിക്കാവുമ്മത്താൻ തെറിത്തുയിൽ തന്നിൽ കണ്ടാൽ ഏകമാനാമ് താൻ. അത് ഞാനിവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഒരു സ്വപ്നം കണ്ട് മക്കക്കാരായ ആളുകൾക്കൊക്കെ വലിയൊരു മുസീബത്ത് വരുന്നുണ്ട്. പിറ്റേ ദിവസം കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ആങ്ങളെയായ അബ്ബാസ് റളിയല്ലാഹു തആല വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ അബ്ബാസ് റളിയല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ സഹോദരനായ വലീദും അതാ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ആദ്യമൊരു സ്വപ്നം കണ്ടുകൊടുത്തരെ മക്കക്കാരായ ആളുകൾക്കൊക്കെ വലിയ മുസീബത്ത് വരുന്നുണ്ടെന്നുള്ള വിവരം ഇത് വലീദിനോട് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ വലീദ് നേരെ ഒരു പോക്ക് അവിടുന്ന് പോയിട്ടുണ്ട്. എവിടേക്കാ പോയത്? അറിവത് കിട്ടി പിരിന്തവൻ അബുത്തുബത്തോടറിവിച്ച് അവനുയനത്തിലൂരത്താനേ ഹുസിനഹൻ പെരുറബിയത്തിൽ തീരിത്താനേ. ഇത് വേഗം പരസ്യമാക്കേണ്ട കേസാണെന്ന് മനസ്സിലാക്കിയിട്ട് വലീദ് എന്ത് ചെയ്തു? വേഗം അതാ അബൂ ഉത്ബത്തിനോട് ചെന്ന് വിവരം ചവിട്ടിൽ വിവരമെല്ലാം പറയണം. ഇങ്ങനെ ആത്തിക്ക ഒരു സ്വപ്നം കണ്ടുകൊള്ളു, മക്കക്കാരായ ആളുകൾക്ക് ഒരു മുസീബത്ത് വരുന്നുണ്ടെന്ന്. വേഗം അവിടുന്ന് ഉത്തുബത്തി എന്ന് ഉനീനത്തിനോട് പറഞ്ഞു. പിന്നെ റബിയത്തിനോട് പറഞ്ഞു. റബിയത്ത് എന്ത് മനസ്സിലാക്കി? ഇതിപ്പോൾ ഇങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞാൽ അറിയുമ്പോഴത്തേന് അത് കുറച്ച് നേരം പിടിച്ചു. നമുക്ക് നേരെ ഹെഡ് ഓഫീസിൽ കണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ റബിയത്ത് എന്ത് ചെയ്തു? ഹെഡ് ഓഫീസിലേക്ക് പോയി. എവിടെ ഹെഡ് ഓഫീസുള്ളത്? മക്കയുടെ അടുത്ത് അബൂജാഹിലും സംഘവും ഇരിക്കുന്ന അവിടേക്കാണ് പോകുന്നത്. രംഗം മഹാകവി മൊയ്ൻകുട്ടി വീതർ വിവരിക്കട്ടെ. കുറേ മുഹമ്മദ് നബിയൻ്റെ ചുരുതികളും സാബാലി ഹുഫലമെ വീട്ട് കാടത്തിയേ അദ്ഭുതലഹ്ലോർ ചിലർകളിലിപ്പള് തൊടത്തിയേ തെരിഭഗമെത്തോനാവൻ ചെണ്ട് അബുജഹലോടി കാതാബിണ്ട് തെരികയവൻ താന്നേളും താന്നേ കുറശികളനതില് പരസ്യമായിട്ടാറിന്താനേ. റബിയ നേരെ പോയത് അബൂജാലിയത്തേക്കാണ്. അബൂജാലും സംഘവും ആളുകളൊക്കെ ഇരിക്കണം ആ സ്ഥലത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇന്നിപ്പോൾ അബ്ബാസ് രാവിലെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. എന്താ ചോദിച്ചു? ആത്തിക്കല്ലേ, റസൂലുള്ളാഹിൻ്റെ പെങ്ങൾ ആത്തിയല്ല, അമ്മായി ആത്തിക്ക. ആത്തിക്ക അങ്ങനെ മക്കക്കാരായ ആളുകൾക്കൊരു മുസീബത്ത് വരും, അത് 3 ദിവസം കൊണ്ട് സംഭവിക്കുന്നൊക്കെ ഒരു സ്വപ്നവാർത്ത പറഞ്ഞിട്ടുണ്ട് എന്നോട് അബ്ബാസ് എന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് കേൾക്കേണ്ട താമസം അബൂജാഹിലേക്ക് മികത്തോൻ അബ്ബാസോരെ ദർശന ചെയ്ത് വിളിത്തൂറ്റ് ക്രമതവാഫും കാഴിന്തിങ്കേം റജയിലെ വരുമോ നാമുരെ അബ്ബാസുളർന്തേ. അപ്പോൾ കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി മഹാനായ അബ്ബാസ് റളിയല്ലാഹു വരുന്ന വരവിലാണ് അബൂ സുഫിയാനോട് ഈ സംഭവമൊക്കെ അറിഞ്ഞിങ്ങനെ ഇരിക്കണം. റബിയത്ത് ചെന്ന് പറഞ്ഞിട്ട്, എന്താ ഇങ്ങനെ മക്കക്കാരായ ആളുകൾക്ക് ഭയങ്കര മുസീബത്ത് വരുന്നുണ്ട് ആത്തിക കണ്ട സ്വപ്നം. അബ്ബാസ് റളിയല്ലാഹു കണ്ട ഉടനെ തന്നെ കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹു 120 സ്പീഡിൽ ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് അബൂജാഹിലും ആളുകളൊക്കെ കഅബത്തിൻ്റെ അവിടെ ഇങ്ങനെ വട്ടളഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അല്ല അബ്ബാസെ എവിടേക്ക് അയച്ചു? കഅബ തവാഫ് ചെയ്യാൻ. വേഗം പോയിട്ട് വാ, വരുമ്പോൾ ഇവിടെ നിന്ന് വാർന്നു. ആയിക്കോട്ടെ ആയിരുന്നു. അങ്ങനെ സബ് പ്രവർത്തി മൂടിത്തവർ മടങ്ങിയിലൈഹിം മാടുത്തന്തേ സമയമിൽ ദുഷ്ടൻ ജഹ്ൽ പിണ്ടേ ഒരു പുതുമ കഥയത് കേൾപ്പാൻ വിളിത്തണ്ടേ. അങ്ങനെ കഅബ തവാഫ് ചെയ്യലൊക്കെ കഴിഞ്ഞ്
അബ്ബാസ് റളിയല്ലാഹു തആല അബൂ ജഹലും സംഘവും ഇരിക്കുന്നതിനരികിലേക്ക് വന്ന് എന്താ എന്നെ വിളിച്ചത്, എന്താ അത്യാവശ്യമായിട്ട് പണക്കെന്താ കാര്യം പറയാനുള്ളത് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഇരിക്ക അബ്ബാസേ എന്ന് പറഞ്ഞ അബ്ബാസ് റളിയല്ലാഹു തആല അവിടെ ഇരുത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇളയവൻ തനൈ മകൻ ദുർബുദ്ധിക്ക് എല്ലാം ഉമയാടി നടന്തേ വാക്ക് അളകാൽ നബി എന്ന് ദഴിവായിട്ടേ അതിനാൽ ഉമൈ കൊല്ലും പൊരുത്തപ്പെട്ട്. ഇപ്പം ചെറുപ്പക്കാരന് ഒരു പ്രവാചകൻ നബിയാണെന്നും പറഞ്ഞ് മുഹമ്മദ് വന്നപ്പോൾ നിങ്ങളെല്ലാവരും അംഗീകരിച്ചു. ഇനി അത് പോട്ടെ, അതൊരു ആണാന്ന് വിചാരിച്ചു. ഇപ്പം ഏതാണ് ഒരു നബിച്ചി ഇറങ്ങിക്കണെന്ന് ചോദിച്ചു. ഇട്ടം നിനന്തുങ്കൽ അഹവാത്തിന്ന് ഇപ്പളി നബിയെത്തൊന്നുദിത്തേതെന്ന് പൊട്ടപ്പെടും മാർഗം വിളാ ചെയ്യും നേ പുതുമാ വിശേഷിച്ചും പുലർന്നിടും നേ. ഇപ്പങ്ങളിൽ ആദ്യമൊക്കെ ഒരു നബിച്ചിയായി വന്നിക്കണല്ലോ എന്ന് പറഞ്ഞു. എന്താന്നിട്ട് ഇപ്പോൾ പറയണത്, മക്കാരായ ആളുകൾക്ക് മുസീബത്ത് വരാണ്ട് 3 ദിവസം കൊണ്ട് ഭവിക്കുന്നൊക്കെ അല്ലേ അബൂജാഹിൽ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് അബൂ സുഫിയാൻ മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആലാൻ്റെ മുമ്പിൽ നിന്നിങ്ങനെ പരിഹസിക്കുകയാണ്. അബ്ബാസ് എന്നവർ ഒന്നും മിണ്ടാതെ എല്ലാം ക്ഷമിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആലാവിനോട് മഹാനായിരിക്കുന്ന ദുഷ്ടനായ അബൂജാഹിൽ പറയുകയാണ് എന്ത് എന്ന് അടുത്ത എപ്പിസോഡിൽ.